എല്ലാവർക്കും നമസ്കാരം. ജിൻസി ഉളത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് ബോട്ടിൽ ആർട്ടുകളുമായിട്ടാണേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ബോട്ടിലുകൾ എനിക്ക് ഇഷ്ടത്തോടെ സമയം പോകാനൊക്കെ ആയിട്ട് ചെയ്ത കുറച്ച് ബോട്ടിൽ ആർട്ടുകളാണ്. വലിയ പ്രൊഫഷണലായിട്ടൊന്നും അല്ല, എൻ്റെ നേരം പോക്കിന് എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. നമുക്കത് കാണാം. ആദ്യമായിട്ട് ഈ ബോട്ടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോട്ടിലാണ് ഇത്. കഥകളി ഞാൻ ചെയ്തതാണ്. അത്ര വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ പല കളറുകൾ മിക്സ് ചെയ്ത ഒരു ബോട്ടിൽ. ഈ ബോട്ടിലൊക്കെ കാണാനുള്ളൊരു ഭംഗി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നത്. റോഡിലൊക്കെ കിടക്കുന്നത് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നതാണേ. അപ്പോൾ ഇപ്പോഴും കുട്ടികളൊക്കെ വെളിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ കൊതി വരും. പിന്നെ പറ്റുമെങ്കിൽ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് എടുത്തുകൊണ്ട് വരാറുണ്ട്. പിന്നെ ഇതൊരു ബോട്ടിൽ. പിന്നെ ഇതൊരു ബോട്ടിൽ. ക്ഷമയോടെ കാത്തിരിക്കുക, എല്ലാം ശരിയായ നിമിഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ കാത്തിരിക്കുകയാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടുതലായിരിക്കും അല്ലേ. ഇപ്പോൾ ഇതൊരു ശ്രീബുദ്ധനാണ്. ഒരു സൈഡിൽ ശ്രീബുദ്ധൻ്റെ പടവും ഒരു സൈഡിൽ ഒരു കോട്ട്. എനിക്ക് ശ്രീബുദ്ധനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കോട്ട്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ ഇത് നല്ലൊരു ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ബോട്ടിൽ. അതെനിക്ക് ഇഷ്ടപ്പെട്ടെ. ഞാനിത് വേറൊരു ക്രാഫ്റ്റിൽ ഞാനത് തടിയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. എൻ്റെ ക്രാഫ്റ്റ് ബോട്ടിലുകൾ പിന്നീട് കാണിക്കാമേ. ക്രാഫ്റ്റ് ഞാൻ ചെയ്തത് പിന്നീട് കാണിക്കാമേ. ഇതും ഒരു ശ്രീബുദ്ധൻ്റെ ബോട്ടിലാണ്. ബോധിവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ഒരു ശ്രീബുദ്ധൻ്റെ. പിന്നെ ഈ ബോട്ടിൽ കണ്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പെൻസിൽ ഷേവിങ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഫ്രോക്കുകളെല്ലാം പെൻസിൽ വെട്ടിയിട്ട് വരുന്ന ആ ഒരു വേസ്റ്റ് കൊണ്ടാണ് ഈ ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് പെൺകുട്ടിയുടെ. ഇത് പിസ്തയുടെ ഷെല്ലാണ്. പിസ്തയുടെ ഷെല്ല് കൊണ്ട് കാണിക്കുന്നതൊക്കെ ഉദ്ദേശിച്ചത് ഏതുവഴിയായെന്ന് തമ്പുരാൻ അറിയാം. ഞാനത് കാണിക്കുന്നതായിട്ടും വിശ്വസിച്ചു കേട്ടോ. പിന്നെ ഇതൊരു ബോട്ടിൽ. ഓൾറെഡി ഈ ബോട്ടിലിൻ്റെ കളർ ഇത്രയും ഡാർക്ക് ബ്ലൂ ആണ്. ഇതൊരു ബോട്ടിൽ. പിന്നെ ക്ഷമയോടെ കാത്തിരിക്കാൻ മറ്റേ ബോട്ടിൽ കണ്ടല്ലോ, അത് പറഞ്ഞ പോലെ ഗുഡ് തിങ്സ് ടേക്ക് ടൈം അങ്ങനെ എഴുതിയിട്ടൊരു കോട്ട് എഴുതിയൊരു ബോട്ടിലാണ് ഇത്. ഇതാണ് ഞാൻ ഫസ്റ്റിൽ ചെയ്തൊരു ബോട്ടിൽ. അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, പക്ഷെ എന്നാലും ആദ്യമായിട്ട് ചെയ്തൊരു ബോട്ടിലായതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പിന്നീട് ഇത് പല കളർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബോട്ടിലാണ് ഇത്. കുറച്ച് മീനിൻ്റെ ഒക്കെ പടമൊക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ബോട്ടിൽ. പിന്നെ ഈ ബോട്ടിൽ ഒരേ സമയം രണ്ട് ക്ലൈമറ്റ് കാണിക്കുന്നത് ബോട്ടിലാണ്. ഒരു സൈഡിൽ വരണ്ടുണങ്ങിയ ഭൂമി, ഇപ്പുറത്ത് പച്ചപ്പയും ഹരിതാപ്പയും പ്രകൃതി രമണി ഒക്കെ ഉള്ളൊരു ബോട്ടിൽ. ഇത് ഞാൻ ഈ ബോട്ടിൽ ചെയ്ത സമയത്ത് തന്നെ, ഫസ്റ്റ് ബോട്ടിൽ ചെയ്ത സമയത്ത് തന്നെ ചെയ്തതാണ് ഈ ബോട്ടിൽ കേട്ടോ. ഇതും പിസ്തയുടെ ഷെല്ലാണ്. പിസ്തയുടെ ഷെല്ലൊക്കെ ഫ്ലവർ പോലെ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തിട്ടാണ്. പിന്നെ ഇത് ഇങ്ങനെ ബോട്ടിൽ, ഒരു വയലിൻ്റെ ഒക്കെ ഒരു പടം, ജസ്റ്റ് ഒരു ഫ്ലവറൊക്കെ. ഇത് പിന്നെ ബോട്ടിലൊന്നുമല്ല, പിസ്തയുടെ ഷെല്ല് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പെൻ ഹോൾഡറാണേ. പക്ഷേ ഞാനൊരു പെണ്ണൊന്നും ഇട്ട് വയ്ക്കാനല്ല, പിസ്തയുടെ ഷെല്ല് കൊണ്ട് തന്നെ ഞാൻ ട്യൂലിപ്സിൻ്റെ പൂക്കളില്ലേ നമുക്ക് പറയാം, അതുപോലെ കുറച്ചുണ്ടാക്കിയിട്ട് ഇട്ടേക്കാണ്. അപ്പം ഇത്രയാണ് എൻ്റെ ബോട്ടിൽസിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേറെ അല്ലാതെ കുറച്ച് പെയിൻറ്റിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ക്രാഫ്റ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം, പിന്നീട് അത് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബോട്ടിൽ ആർട്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.